അങ്ങാടിപ്പുറം പാലം ഞായറാഴ്ച ഗതാഗതത്തിനായി തുറന്നുകൊടുക്കുമെന്ന് മഞ്ഞളാംകുഴി അലി MLA അറിയിച്ചു. പാലം തുറക്കുന്നതോടെ പ്രദേശത്തെ യാത്രാക്ലേശത്തിന് വലിയൊരു അളവ് വരെ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ഇന്റർലോക്കിന്റെ പ്രവൃത്തി ഏകദേശം തീരാനായി. ഇന്നത്തോടുകൂടി അത് കംപ്ലീറ്റ് ആയിട്ട് തീരും. നാളെ മുതൽ ഒരു 11 മണി മുതൽ ചെറിയ വാഹനങ്ങൾ 4 ചക്രങ്ങളുള്ള വരെയുള്ള വാഹനങ്ങൾ നാളെ കംപ്ലീറ്റ് ആയിട്ട് ഓടാൻ തുടങ്ങും. 11 മണി മുതൽ ആരംഭിക്കും. ബസ് അതുപോലെ തന്നെ മറ്റുള്ള വാഹനങ്ങൾ ഞങ്ങൾ നോക്കുന്നുണ്ട്. കുറച്ച് ദിവസം കൂടി ഒരു 4-5 ദിവസം കൂടി കഴിഞ്ഞിട്ട് ഓടിക്കാൻ പറ്റുമെന്ന്. വലിയ ട്രക്കുകൾ, വലിയ 80 ടണ്ണും 100 ടണ്ണും ഒക്കെ വെയിറ്റുള്ള ട്രക്കുകൾ പെട്ടെന്ന് അതിൽ കോൺക്രീറ്റ് ഒന്നും സെറ്റ് ആകുന്നതിന് മുമ്പ് പോകാൻ പ്രയാസമുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ ഒരാഴ്ച കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിനെ പറ്റി പറയാനുള്ളത്. അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുന്ന വൈലോങ്ങര ബൈപ്പാസിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടിയുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വാല്യൂഷൻ റിപ്പോർട്ടിന് ജില്ലാ കളക്ടർ അംഗീകാരം നൽകിയതായും MLA അറിയിച്ചു. സ്ഥലമുടമകൾക്ക് നൽകുന്നതിനുള്ള നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ RBDCക്ക് കത്തു നൽകുമെന്നും സ്ഥലമുടമകൾക്കും ഇതു സംബന്ധിച്ച് അറിയിപ്പ് നൽകുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ച വിവരവും MLA കൂട്ടിച്ചേർത്തു. രണ്ടാമത്, ഈ ഗതാഗതക്കുരുക്കിന് പരിഹാരം എന്നുള്ള രീതിയിൽ പല പദ്ധതികൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഒരോടംപാലം വൈലോങ്ങര ബൈപ്പാസിൻ്റെ അതിനിപ്പോൾ ഏകദേശം ആ വർക്കുകളൊക്കെ ഇതായിട്ടുണ്ട്. കളക്ടർ ഇന്നലെ അത് അപ്രൂവ് ചെയ്ത് തന്നു. 4 കോടി രൂപ സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടി കിഫ്ബിക്ക് കൊടുത്തിട്ടുണ്ട്. RBDC വഴിയാണ് അത് കിഫ്ബിക്ക് കൊടുക്കുന്നത്. ആ പണം ഒരാഴ്ച കൊണ്ട് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷ. അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം കൊണ്ട് സ്ഥലം ഏറ്റെടുത്ത് ഞങ്ങൾ പൂർത്തീകരിക്കും. പിന്നെ 1 മാസം കൊണ്ട് അതിൻ്റെ പ്രവൃത്തി തുടങ്ങാൻ കഴിയും ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. 2016 കിട്ടിയ AS ആയിരുന്നത്. ഇതിൽ പല ആൾക്കാരും കേസിന് പോയി അതങ്ങനെ മുഴുമിക്കാതെ അവിടെ ഇട്ടിരുന്നു. ഒന്നും ചെയ്തിരുന്നില്ല. പ്രാവശ്യം ഞാൻ അവിടുത്തെ MLA എന്നുള്ള നിലയിൽ വന്നതിന് ശേഷം വീണ്ടും ആ ഫയലെടുത്ത് കിബിയിലൊക്കെ പോയി തെരഞ്ഞു പിടിച്ച ഫയൽ പൊക്കിയപ്പോൾ ഏകദേശം അത് അവർ ഡ്രോപ്പ് ചെയ്തു എന്നുള്ള രീതിയിൽ ഇട്ടതായിരുന്നു. വീണ്ടും അത് ഉയർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ അതിൻ്റെ ഏകദേശം എല്ലാമായി അടുത്തൊരു 2 മാസം കൊണ്ട് നമ്മൾ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ദീർഘനാളായി ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിനോടുള്ള സർക്കാരിന്റെ അവഗണന തുടരുന്ന സാഹചര്യത്തിൽ ഇതിനെതിരെ MLAയുടെ നേതൃത്വത്തിൽ സർക്കാരിനെതിരെ സമരം സംഘടിപ്പിക്കുമെന്നും MLA പറഞ്ഞു. പിന്നെ ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഇനി മുട്ടാത്ത മാതിരികളുടെ ചെയ്യാത്ത കാര്യങ്ങളില്ല. കുറേയധികം പ്രവർത്തികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി നിയമസഭയിൽ 8 ക്വസ്റ്റ്യൻസ് ഞാൻ എഴുതി കൊടുത്തിരുന്നു. 8 പ്രാവശ്യം. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. 8 പ്രാവശ്യം ഞാൻ നിയമസഭയിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. 1 പ്രാവശ്യം വളരെ MLAമാർക്കൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നൊരു ചാൻസാണ് നമ്മുടെ ഒരു സബ്മിഷൻ എന്നുള്ള നിലയിൽ. ആ സബ്മിഷൻ ഞാൻ ഉയർത്തിക്കൊണ്ട് 3 സ്ഥലങ്ങളിൽ നമ്മുടെ ഓരോടംപാലം മാനത്തുമംഗലം ബൈപ്പാസ്, അതുപോലെ തന്നെ ഓരോടംപാലം വൈലോങ്ങര ബൈപ്പാസ്, മക്കരപ്പറമ്പിനൊരു ബൈപ്പാസ് ഉണ്ടായിരുന്നു. ആ 3 ബൈപ്പാസിനും വേണ്ടി ഞാൻ സംസാരിച്ചിരുന്നു. ആ നടപടി സ്വീകരിക്കും എന്ന് പറയാമെന്നല്ലാതെ കാര്യമായിട്ട് അതിനെപ്പറ്റി ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ളൊരു സംഗതി. പിന്നെ ഇതിൻ്റെ വേറൊരു ഭാഗമായിട്ട് MLA ഫണ്ടിൽ നിന്ന് 55 ലക്ഷം ഉറുപ്പികയും ഗ്രാമപഞ്ചായത്തിൻ്റെ നമ്മുടെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗം ഒരു 65 ലക്ഷം രൂപയും രണ്ടും കൂടി ഏകദേശം 1 കോടി 20 ലക്ഷം ഉറുപ്പിക കോട്ടക്കൽ വളാഞ്ചേരി റോഡിലേക്കുള്ള റോഡ് അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ BMBC ചെയ്യാൻ കഴിയുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഒരാഴ്ച കൊണ്ട് അപ്പോൾ കുറേ വാഹനങ്ങൾ കൊളത്തൂരിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കും വളാഞ്ചേരിയിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങൾ, മലപ്പുറത്ത് വരുന്ന വാഹനങ്ങൾ അതിലാണ് പോകുമ്പോൾ ഇവിടെയുള്ള വലിയൊരു പ്രശ്നങ്ങൾ തീരുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. MLA ഫണ്ടിൽ നിന്നും 55 ലക്ഷം രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നും 65 ലക്ഷം രൂപയും വകയിരുത്തി അങ്ങാടിപ്പുറം ഓരാടം പാലത്ത് നിന്ന് കോട്ടയ്ക്കൽ വളാഞ്ചേരി റോഡിലേക്കുള്ള റോഡ് BMBC ചെയ്ത് നവീകരിക്കുന്ന പ്രവൃത്തി ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ടെന്നും MLA വിശദമാക്കി. കൂടാതെ ഏഴുകണ്ണി പാലത്തിന് സമീപത്തായി നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന അണ്ടർപാസിന് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് 50 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ടെന്നും ബാക്കി തുക കണ്ടെത്തുന്നതിന് ശ്രമങ്ങൾ നടത്തിവരുന്നതായും MLA പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് TK കുഞ്ഞാലി, UDF ചെയർമാൻ മൊയ്തു മാസ്റ്റർ, മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് കുന്നത്ത് മുഹമ്മദ് എന്നിവരും പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ.